ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത ഒരു ഫ്ലവർ പാറ്റേൺ ആണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. നമുക്ക് കുഷ്യൻ കവറായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നൂലിൽ ഇതുപോലെ ഒരു കെട്ടിട്ടതിന് ശേഷം കുറച്ച് ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ 8 ചെയിന് ഒരു സെറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി പിന്നെയും അടുത്ത 8 ചെയിന് ഒരു സെറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 32 ചെയിന് ഇട്ട് കൊടുക്കാം. മുപ്പത്തിരണ്ട് ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം 4 ചെയിന് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ഈ ആദ്യത്തെ ചെയിനിലോട്ട് ചെയ്തു കൊടുക്കാം. ഡബിൾ ക്രോഷ്യ 3 പ്രാവശ്യം ഇതുപോലെ വലിച്ചെടുക്കുന്ന പോലെ ചെയ്തെടുക്കണം. 3 ഇങ്ങനെ ഓരോ ചെയിനിലും നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡിലായിട്ട് അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇത് ഇവിടെ 2 പ്രാവശ്യം ഇതുപോലെ വലിച്ചെടുത്ത് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. 3 ചെയിനും കൂടെ കൂട്ടി 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി 4ാമത്തെ ഡബിൾ ക്രോഷ്യയിൽ ഇതുപോലെ 4 ചെയിൻ ഇട്ടിട്ട് ഒരു പീക്കോട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ എടുത്ത് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ സെയിം ചെയിനിൽ തന്നെ 10 ഡബിൾ ക്രോഷ്യ ഇതുപോലെ ചെയ്തെടുക്കാം. പത്ത് ഡബിൾ ക്രോഷ്യ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ അതിൽ കൂടെ ഇതുപോലെ കോർത്തെടുത്ത് നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം.
ഇനി നമുക്ക് അടുത്ത ചെയിനിലോട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനിയും ഈ ഡബിൾ ക്രോഷ്യയിൽ 4 ചെയിൻ ഇട്ടിട്ട് ഇതുപോലെ പീക്കോട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ ഈ സെയിം ചെയിനിൽ ഇനി നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. 10 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ റോയ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡ് എടുത്തിട്ട് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ 3 പ്രാവശ്യം വലിച്ചെടുത്ത് ചെയ്തു കൊടുക്കാം. ടോട്ടല് 32 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. നമുക്ക് വേറെ കളർ നൂല് വെച്ച് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം 3 ചെയിൻ ഇട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യ ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെയും ഇതുപോലെ തന്നെ 4 ചെയിൻ ഇട്ടിട്ട് പീക്കോട്ട് തയ്ച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്ലവർ പാറ്റേൺ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്